അസ്സലാമു അലൈക്കും. വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. യസ്രിബിൽ ചില പ്രത്യേക കാലങ്ങളിൽ അപകടകരമായ ഒരു പനി പടർന്നു പിടിക്കാറുണ്ട്. വിശിഷ്യ സ്ഥലവാസികളല്ലാത്തവർക്കാണ് ആ ഭീകരരോഗം ബാധിക്കാറ്. മക്കയിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരുന്ന യസ്രിബിലെ കാലാവസ്ഥ പലായനം ചെയ്തെത്തിയ മുസ്ലിങ്ങൾക്ക് പ്രതികൂലമായി ഭവിച്ചു. പലരും ക്ഷീണിതരായി, പലർക്കും രോഗബാധയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും അബൂബക്കറും ആമിറും ബിലാലും രോഗത്തിനടിപ്പെട്ടു റളിയല്ലാഹു അൻഹും. ഒരു പ്രഭാതത്തിൽ പിതാവിനെ സന്ദർശിക്കാനെത്തിയ ആയിഷ റളിയല്ലാഹു അൻഹയെ വരവേറ്റത് 3 പേരുടെയും ദീനഭാവമാണ്. മഹദി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തുണ്ട് ബാപ്പ വിശേഷം? 9 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയോട് ഈ വ്യതയെക്കുറിച്ച് എന്തു പറയണമെന്ന് കുഴങ്ങിയ അദ്ദേഹം 2 വരി കവിത ചൊല്ലി. ഓരോ മനുഷ്യനോടും ഓരോ പ്രഭാതത്തിലും പ്രിയപ്പെട്ടവർ ശുഭദിനം ആശംസിക്കുന്നു. എന്നാൽ മരണമാകട്ടെ അവൻ്റെ ചെരുപ്പുവാറുകളേക്കാൾ അവനുമായി അടുത്തു നിൽക്കുകയും ചെയ്യുന്നു. ഒന്നും മനസ്സിലാകാതെ ആമിർ റളിയല്ലാഹു അൻഹുവിനടുക്കലേക്ക് നീങ്ങിയ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അവിടെ നിന്നും ലഭിച്ചത് കവിത തന്നെയാണ്. മരിക്കാതെ തന്നെ മരണരുചി അറിഞ്ഞു കഴിഞ്ഞു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഉൾക്കൊണ്ട ആശയം. ബിലാൽ റളിയല്ലാഹു അൻഹു പാടിയതിങ്ങനെ: കള്ളിച്ചെടുകളും പൊന്തകളും വളരുന്ന മക്കയുടെ പ്രാന്തങ്ങളിൽ എന്നെങ്കിലും എനിക്കുറങ്ങാൻ കഴിയുമോ? മജന്നയിലെ വെള്ളം കുടിക്കാൻ എനിക്കാകുമോ? ഷമ്മയും തഫീലും എന്നെങ്കിലും എൻ്റെ കൺമുന്നിൽ തെളിയുമോ? ആയിഷ റളിയല്ലാഹു അൻഹ അതീവ ദുഃഖിതയായി വീട്ടിൽ തിരിച്ചെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം പറഞ്ഞു. ശക്തമായ പനി പിടിച്ച് അവരൊക്കെ പിച്ചും പേയും പറയുകയാണ്. പൂർണ്ണമായി മനസ്സിലായിട്ടൊന്നുമില്ലെങ്കിലും അവർ ചൊല്ലിയ വരികൾ ഏതാണ്ട് കുട്ടി പ്രിയതമന് മുമ്പിൽ അവതരിപ്പിച്ചു. ഇതിൽ നിന്ന് അവരനുഭവിക്കുന്ന പ്രയാസം മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന നടത്തി. അല്ലാഹുവേ, മക്കയെ ഞങ്ങൾക്ക് പ്രിയങ്കരമാക്കിയതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി മദീനയെ ഞങ്ങൾക്ക് പ്രിയങ്കരമാക്കണമേ. ഈ നാടിനെ നീ ശരിപ്പെടുത്തുകയും അളവിലും തൂക്കത്തിലും ഞങ്ങൾക്കു നീ സമൃദ്ധി ചൊരിയുകയും ചെയ്യണമേ. ഇവിടെ നിന്ന് നീ പനിയെ നീക്കിത്തരികയും അതിനെ തുടച്ചു മാറ്റുകയും ചെയ്യണമേ. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. സ്വഹാബികളുടെ രോഗങ്ങളെല്ലാം ശമിക്കപ്പെട്ടു. അവർക്കേറെ സന്തോഷവും ആനന്ദവും ഉണ്ടായി. പ്രയാസങ്ങൾ സഹിക്കാനുള്ള കരുത്ത് ലഭിച്ചു. മദീനയിലെ കാലാവസ്ഥയുമായി അവർ ഇണക്കപ്പെട്ടു. മക്കയിൽ നിന്ന് നാട്ടുകാരുടെ ശത്രുതയെ തുടർന്ന് അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്നുവെങ്കിലും ജന്മനാടിനോട് സവിശേഷമായ ഹൃദയബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തു സൂക്ഷിച്ചിരുന്നു. പക്ഷേ മക്കക്കാരുടെ നിലപാട് മറിച്ചായിരുന്നു. മദീനയിലും അവിടുന്നും അനുയായികൾക്കും സ്വസ്ഥത കൊടുക്കുകയില്ലെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു അവർ. മക്കയിലെ ഗോത്രമുഖ്യന്മാരായ അബൂ സുഫിയാനും ഉബയ്യ് ഇബ്നു ഖലഫും ഇതു സംബന്ധമായി അൻസ്വാറുകൾക്കൊരു കത്തെഴുതുകയുണ്ടായി. അൻസ്വാറുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, മക്കയിൽ നിന്ന് പലായനം ചെയ്തെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനുയായികൾക്കും അഭയവും സംരക്ഷണവും സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത മദീനയിലെ മുസ്ലിങ്ങൾ. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ സഹായികൾ എന്നാണ്. അപ്പോൾ ഖുറൈശി നേതാക്കൾ മദീനക്കാർക്ക് ഒരു കത്തെഴുതുകയുണ്ടായി. നിങ്ങളുമായി ഒരു തീക്കളി ഉണ്ടാകുന്നത് മറ്റേത് അറബ് ഗോത്രവുമായി അതുണ്ടാകുന്നതിനേക്കാൾ ഞങ്ങൾക്ക് വേദനയേറിയ കാര്യമാണ്. ഞങ്ങളിൽ വളരെ മാന്യതയും ഔന്നിത്യവും ഉണ്ടായിരുന്ന ഒരാളെ ഇപ്പോൾ നിങ്ങൾ സഹായിക്കുകയാണ്. നിങ്ങൾ അവന് അഭയം കൊടുക്കുകയും പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നു. ഇത് ലജ്ജാകരമാണ്. നിങ്ങൾക്ക് പറ്റിയ വീഴ്ചയാണ്. അതുകൊണ്ട് ഞങ്ങളും അവനും തമ്മിലുള്ള പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെടരുത്. അവനിൽ വല്ല നന്മയുമുണ്ടെങ്കിൽ അതിൻ്റെ പ്രയോജനം ലഭിക്കേണ്ടവർ ഞങ്ങളാണ്. അല്ല, കാര്യങ്ങൾ മറിച്ചാണെങ്കിൽ അവനെ നിലക്ക് നിർത്താൻ അധികാരപ്പെട്ടവരും ഞങ്ങൾ തന്നെ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ ഉടമ്പടിയിൽ ഉറച്ചു നിന്ന അൻസ്വാറുകൾ ഖുറൈശികളുടെ ആവശ്യം അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വിധം നിരസിച്ചു. പക്ഷേ അതൊന്നും തങ്ങളുടെ അജണ്ടയിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചില്ല. മദീനയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിയോഗി കപടവിശ്വാസിയായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിരുന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടെ മദീനയിലെ തൻ്റെ കിരീട സ്വപ്നം പൊലിഞ്ഞ വ്യക്തി. അയാൾക്കും അയാളുടെ വിഗ്രഹാരാധകരായ സുഹൃത്തുക്കൾക്കും മക്കക്കാർ ഒരു അന്ത്യശാസനം അയക്കുകയുണ്ടായി. ഓടിപ്പോന്ന ഞങ്ങളുടെ നാട്ടുകാരന് നിങ്ങൾ അഭയം കൊടുത്തല്ലോ. ദൈവത്തിലാണേട്ട് ഞങ്ങൾ പറയട്ടെ,
നിങ്ങൾ അവനെ തുരത്തുകയും പുറത്താക്കുകയും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഒരു വരവ് വരും. നിങ്ങളുടെ പോരാളികളെ കൊന്നൊടുക്കിയും സ്ത്രീകളെ കയ്യേറ്റം ചെയ്തും. ഇത് മദീനയിൽ അല്പം അങ്കലാപ്പുണ്ടാക്കിയെങ്കിലും അൻസ്വാറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊപ്പം ഉറച്ചു നിന്നതിനാൽ ഇബ്നു സുലൂലിനും സുഹൃത്തുക്കൾക്കും അവിടുന്ന് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ അവർ അത് ചെയ്യാത്തതിൻ്റെ പേരിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ മക്കക്കാർക്കോ കഴിയുമായിരുന്നില്ല. വെറുതെ പരസ്പരം ഒരു പോരാട്ടമുണ്ടാക്കുക മാത്രമായിരിക്കും മിച്ചം. മദീനയിലെ അറബ് ഗോത്രങ്ങളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട മക്കക്കാർ പിന്നെ അവിടുത്തെ ജൂതന്മാരെ ഒപ്പം കൂട്ടാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടു. മറ്റൊരു വസ്തുത, മദീനയിലേക്ക് കുടിയേറിയ മുസ്ലിങ്ങളെ ദ്രോഹിക്കാനുള്ള പദ്ധതികൾക്ക് അവരുടെ തന്നെ മക്കയിലെ സ്വത്തുക്കൾ പിടിച്ചെടുത്താണ് ഖുറൈശികൾ വിനിയോഗിച്ചിരുന്നത്. ഏതാണ്ട് ഈ ഘട്ടത്തിലാണ് ഖുർആനിലെ 2 വചനങ്ങൾ അവതരിക്കുന്നത്. സൂറത്തുൽ ഹജ്ജ് വചനം 39. ഇങ്ങോട്ട് യുദ്ധം നേരിടേണ്ടി വരുന്നവർക്ക് തങ്ങൾ ആക്രമിക്കപ്പെടുക തന്നെ ചെയ്തിരിക്കുന്നു എന്നതുകൊണ്ട് അങ്ങോട്ടും യുദ്ധം ചെയ്യാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അവരെ സഹായിക്കാൻ അള്ളാഹു കഴിവുള്ളവനാകുന്നു. വചനം 40. യാതൊരു ന്യായവുമില്ലാതെ സ്വഭവനങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടവരാണവർ. തങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറയുക മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് അള്ളാഹു തടുത്തില്ലായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ധാരാളമായി പറയപ്പെടുന്ന പുരോഹിത മഠങ്ങളും ചർച്ചുകളും സിനഗോഗുകളും മസ്ജിദുകളും തകർക്കപ്പെടുമായിരുന്നു. തന്നെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. നിശ്ചയം അള്ളാഹു ശക്തനും പ്രതാപവാനുമാകുന്നു. സൂക്തങ്ങൾ വ്യക്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് സുരക്ഷാർത്ഥം ആയുധമെടുക്കാൻ അനുമതി നൽകപ്പെടുകയാണ് ഇവിടെ. മക്ക ജീവിതകാലത്ത് സത്യവിശ്വാസം കൈക്കൊണ്ടതിൻ്റെ പേരിൽ അവിടുത്തെ ബഹുദൈവ വിശ്വാസികളുടെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടവരാണവർ. തങ്ങൾക്കേറ്റ പരിക്കുകളുമായി നബി സന്നിധിയിലെത്തി സങ്കടം ബോധിപ്പിക്കുമായിരുന്നു ആ നിസ്സഹായർ. അപ്പോഴൊക്കെ ക്ഷമിക്കുവിൻ, തിരിച്ചടിക്കുവാൻ അള്ളാഹുവിൻ്റെ ആജ്ഞ ലഭിച്ചിട്ടില്ല എന്നായിരുന്നു അവിടുന്ന് അവർക്ക് മറുപടി നൽകിയിരുന്നത്. അതിനുശേഷം നാടും വീടും സ്വത്തും സമ്പാദ്യവും ഒക്കെ വിട്ട് മദീനയിലെത്തി നിൽക്കുകയാണവർ. 70-ലേറെ ആയത്തുകളിലായി പ്രത്യാക്രമണം നിരോധിക്കപ്പെട്ട ശേഷമാണ് ഈ വചനങ്ങളിലൂടെ അനുമതി നൽകപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ജൂത, ക്രിസ്തീയ, മുസ്ലിം ആരാധനാലയങ്ങളെക്കുറിച്ചുള്ള പരാമർശമുണ്ടായി. അതിൽ മസ്ജിദ് ഒഴികെയുള്ളത് ഇന്നത്തെ അവസ്ഥയിലുള്ളതല്ല. ഓരോ പ്രവാചകന്റെ അനുയായികളും അവർക്കിറക്കപ്പെട്ട ദൈവീക നിയമ സംഹിതകളിൽ നിലകൊള്ളുന്നിടത്തോളം അവരുടെ ആരാധനാ മന്ദിരങ്ങൾ അള്ളാഹുവിൻ്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നവ തന്നെയാണ്. എന്നാൽ അവരതിൽ നിന്ന് തെറ്റിപ്പോവുകയോ ആ മതനിയമങ്ങൾ മറ്റൊരു നബി മുഖേന ദുർബലപ്പെടുത്തുകയോ ചെയ്താൽ പിന്നെ അവരുടെ ആരാധനാലയങ്ങൾക്ക് ആ പറഞ്ഞ സ്ഥാനമുണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമു അലൈക്കും.